ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളടുത്തുള്ള പുതിയ കുറച്ച് പ്ലാന്റ്സിൻ്റെ അപ്ഡേറ്റ്സ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് പുതിയതായിട്ട് അടിപൊളിയായിട്ടുള്ള കുറേ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് പുതിയ പ്ലാന്റ്സ് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സ്, ഏറ്റവും പുതിയ പ്ലാന്റ്സുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ ഈ ഒരു വെറൈറ്റി പിങ്ക് ജാസ്മിൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. അതുപോലെ നമുക്ക് വന്നിട്ടുള്ള നിക്കോഡിയാണ്. നിക്കോഡിയുടെ ഇത് പൂക്കളില്ലാത്ത പ്ലാന്റ്സാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൽ നല്ല വയലറ്റ്, നല്ല പർപ്പിൾ കളറിലുള്ള പൂക്കൾ നിറച്ചുണ്ടാവും. അതുപോലെ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാൾസം പ്ലാന്റാണ്. ഒരുപാട് പേര് ചോദിച്ച ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ വെരിഗേറ്റഡ് ലീവ്സൊക്കെ വരുന്ന വെറൈറ്റിയൊക്കെ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് കമേലിയ പ്ലാന്റാണ്. കമേലിയയുടെ ഈ 3 കളേഴ്സാണ് വന്നിട്ടുള്ളത്. പിങ്ക്, റെഡ്, അതുപോലെ വൈറ്റ്. 3 കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് കമേലിയ പ്ലാന്റ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് അഡീനിയത്തിൻ്റെ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അപ്പം അഡീനിയംസും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയിൽ പൂക്കൾ നിറച്ചുണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റും നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതായി നമുക്ക് വന്നിട്ടുള്ളത് ജെറേനിയം പ്ലാന്റ്സ് ആണ്. ജെറേനിയത്തിൻ്റെ പ്ലാന്റിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതും നമ്മൾ കോംബോ ഓഫറായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഏറ്റവും ട്രെൻഡിങ് ആയ നല്ലൊരു പ്ലാന്റാണ് ആന്തൂറിയം പ്ലാന്റ്. ഒരുപാട് കാലം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ് ഈ ആന്തൂറിയത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആന്തൂറിയത്തിൻ്റെയും 560 രൂപയ്ക്ക് 3 എണ്ണം വാങ്ങിക്കാവുന്ന കോംബോയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതല്ലാതെ സിംഗിളായിട്ടും നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത നമ്മുടെ പ്ലാന്റ് ലെഗസ്റ്റോമ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു പർപ്പിൾ കളറിലുള്ള ലെഗസ്റ്റോമ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് പെട്രിയ പ്ലാന്റ് ആണ്. പെട്രിയ അല്ലെങ്കിൽ സാൻഡ് പെപ്പർ വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ്, പിങ്ക്, അതുപോലെ ഈ ഒരു പർപ്പിൾ കളർ കേട്ടോ. 3 എണ്ണം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു പ്ലാന്റാണ് അസേലിയ പ്ലാന്റ്. അസേലിയയുടെ ഒരു കോംബോ നമ്മൾ ഈ അടുത്ത് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കോംബോ വേണ്ടവർ അങ്ങനെ വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ 2 കളേഴ്സാണ്, പീച്ചും ഒരു ലൈറ്റ് പിങ്കും ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു പ്ലാന്റാണ് കനകാംബരം. ഒരുപാട് പേര് നമുക്ക് തലയിലൊക്കെ ചൂടാനൊക്കെ എല്ലാവരും വാങ്ങിക്കുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലൊക്കെ വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കനകാംബരത്തിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ കമേലിയ പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത്. 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ്, പിങ്ക്, റെഡ്. പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ലൻഡാനയുടെ ഒരു കളർ വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.